ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ട്രോളുകളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചകൾ, സമൂഹത്തിൽ സംഭവിക്കുന്ന അപജയങ്ങൾ, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത സർക്കാരുകൾ, ഇവയൊക്കെയാണ് ട്രോളുകളുടെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഒരുപക്ഷെ ആക്ഷേപഹാസ്യത്തിന് നവീന മാതൃകകളായി ബിംബവത്കരിക്കപ്പെടുമ്പോഴും ട്രോളുകൾ അവശേഷിപ്പിക്കുന്ന അപമാനവും പരിഹാസവും പലപ്പോഴും നികത്താനാവാത്തതാണ്. വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹത്തെ തിരുത്താനുള്ള വ്യഗ്രതയിൽ പലപ്പോഴും ട്രോളുകൾ അവശേഷിപ്പിക്കുന്നത് അപമാനവും പരിഹാസവുമാണ്. വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹത്തെ തിരുത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ അവ എങ്ങനെ വേണമെന്നുള്ള കാര്യം പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഒരു സഹോദരനെ എങ്ങനെ തിരുത്തണമെന്നുള്ള ക്രിസ്തീയ മാതൃകയുടെ ഉത്തമ നിദർശനമായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുകയാണ്. വചനത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പാലസ്തീനയിലെ യഹൂദ ക്രിസ്ത്യാനികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിശുദ്ധ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷം രചിച്ചത്. ആ സമൂഹത്തിൽ ഇടയിൽ നിലവിലുണ്ടായിരുന്ന ചില തർക്കങ്ങളും അവയെ എങ്ങനെ പരിഹരിക്കാമെന്നുമൊക്കെയാണ് 18-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ വചനങ്ങളെ മുൻനിർത്തി മത്തായി ശ്ലീഹ നമ്മോട് സംസാരിക്കുന്നത്. ഈ തിരുത്തലിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്നത് 18-ാം അധ്യായം 14-ാം വാക്യമാണ്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. 3 വിധത്തിലുള്ള തിരുത്തലുകളാണ് ക്രിസ്തു ഇന്ന് നാമുമായി പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ തിരുത്തിന് തലം സ്വകാര്യതയിലാണ്, അല്ലെങ്കിൽ വ്യക്തിപരമാണ്. ഇവിടെ സഹോദരൻ തെറ്റ് ചെയ്യുമ്പോൾ 18-ാം അധ്യായം 16-ാം വാക്യം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇവിടെ പ്രധാനമായും നാം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരൻ എന്ന പദം കൊണ്ട് ക്രിസ്തു അർത്ഥമാക്കുന്നത് രക്തബന്ധത്തിലുള്ള സഹോദരൻ മാത്രമല്ല, മറിച്ച് എല്ലാ സഭാംഗങ്ങളുമാണ്. രണ്ടാമതായിട്ട്, രഹസ്യത്തിൽ തെറ്റ് തിരുത്തുക എന്ന് പറയുമ്പോൾ ക്രിസ്തു ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ അപമാനിക്കരുത്, മറിച്ച് സഹോദരന്റെ കാവൽക്കാരനായി നിന്നുകൊണ്ട് അവനെ തിരുത്താനുള്ള ഒരു ക്ഷണം ക്രിസ്തു നമുക്ക് തരികയാണ്. ഇതിന് ഉപോത്ബലകമായി നിൽക്കുന്നത് ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യമാണ്. നിന്റെ സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്, അയൽക്കാരനെ ശാസിക്കണം, ഇല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. തിരുത്തലിന്റെ 2ാമത്തെ തലം ആരംഭിക്കുന്നത് ആദ്യ ശ്രമം പരാജയപ്പെടുമ്പോഴാണ്. ഇവിടെ ക്രിസ്തു 2-3 സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തുന്നു. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: തെറ്റിന്റെയോ കുറ്റത്തിന്റെയോ സത്യാവസ്ഥ സ്ഥിരീകരിക്കാൻ ഒരു സാക്ഷി പോരാ, 2-3 സാക്ഷികളുടെ മൊഴി വേണം. ഇവിടെയും സംഘടിതമായ ഒരു വ്യക്തിയെ ആക്രമിക്കാനല്ല, മറിച്ച് അവന്റെ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തിക്കൊണ്ട് പക്ഷപാതരഹിതമായ ഒരു വിധി പ്രസ്താവിക്കുവാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളന്റെ അർത്ഥവത്തായ ഒരു വാക്യമുണ്ട്: സഭ വിശുദ്ധരുടെ മാത്രം സമൂഹമല്ല, വിശുദ്ധീകരിക്കപ്പെടേണ്ട പാപികളുടെയും കൂട്ടായ്മയാണ്. ഇവിടെയാണ് തിരുത്തലിന്റെ 3ാമത്തെ തലം ക്രിസ്തു നിർദ്ദേശിക്കുന്നത്. അത് സഭയിലാണ്. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ എന്ന് ക്രിസ്തു പറയുന്നത് ആ വ്യക്തിയെ മാറ്റി നിർത്താനല്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കാനല്ല, മറിച്ച് മാറ്റി നിർത്തലിലൂടെ ആ വ്യക്തിക്കുണ്ടാകുന്ന അനുതാപം വഴി ആ വ്യക്തി സമൂഹത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഇവിടെ സഭയെ ഒരു അധികാര കേന്ദ്രമായിട്ടോ അല്ലെങ്കിൽ തിരുത്തൽ ശക്തിയായിട്ടോ അല്ല ക്രിസ്തു കാണുന്നത്, മറിച്ച് ആത്മാക്കളുടെ സംരക്ഷകയായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ, പാപത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പാപിയെ എങ്ങനെ ക്രിയാത്മകമായി സഭയിലേക്ക് തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ ഉൾച്ചേർക്കാം എന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ മത്തായി ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്യാൻസൽ കൾച്ചറിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വ്യക്തികൾക്ക് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് തിരുത്താതെ അവരെ അപമാനിച്ച് സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കാനാണ് ഈ കൾച്ചറിന്റെ പ്രയോക്താക്കൾ ശ്രമിക്കുന്നത്. വ്യാജോക്തികളും അർദ്ധസത്യങ്ങളും നിറഞ്ഞ ആശയങ്ങളും മെസ്സേജുകളും ഫോർവേഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴുമെല്ലാം നാമും അറിയാതെ തന്നെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ക്രിസ്തു ഒരു പ്രതിസംസ്കാരം വളർത്തിയെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അത് സഹോദരന്റെ കാവൽക്കാരനായി നിന്നുകൊണ്ട് അവനെ തിരുത്തി സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ക്ഷണമാണ്. കാരണം കൂട്ടായ്മയിലാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം പ്രകടമാകുന്നത്. 18-ാം അധ്യായം 20-ാം വാക്യം അത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു: 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ആമേൻ.